സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് മുൻ എം എൽ എ ഐഷ പോറ്റി എന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതാണ് വിശദീകരണം. കഴിഞ്ഞ ദിവസം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ പാർട്ടിയിൽ തുടരുന്നത് ശരിയല്ല എന്നതാണ് മുൻ എം എൽ എയുടെ പ്രതികരണം. കാലിലൊരു പ്രശ്നം പറ്റിയായിരുന്നു. അപ്പോൾ അന്നേരം അതത്ര മൈൻഡ് ചെയ്തില്ല. പോയി പൊട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷയമില്ലെന്ന് വിചാരിച്ച് പോയിരുന്നു. അപ്പോൾ ഒരു 2 മാസമൊക്കെ ആയപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാതായി. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഇടേണ്ടി വന്ന് മാറാൻ ഇച്ചിരി പാടാവുമെന്ന് പറയുമ്പോൾ എനിക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായി. അങ്ങനെ വന്ന് ഇപ്പോൾ അവസാനം ഈ സെപ്റ്റംബറിൽ വർക്കലയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോഴാണ് എൻ്റെ കാല് നന്നായിട്ട് തറയെ ചവിട്ടാറായത്. പഴയ രൂപത്തിൽ ഓടി കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ കിടപ്പായാൽ എനിക്ക് ഒട്ടും ഒക്കത്തില്ല. എന്നെ അവഗണിച്ചൊന്നും ഒന്നും പറയത്തില്ല. അതൊക്കെ ജനങ്ങളല്ലേ കാണുന്നത്. ഞാൻ 3 തവണയായി. ഞാനൊന്നും മാറിയല്ലേ വേറൊരാളെ ആക്കാൻ പറ്റും. രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അങ്ങനെ ഒരു പാർട്ടിയിലെ ഒരു ഒഴിവാക്കലിനെ കുറിച്ച് അപ്പോൾ തന്നെ ഐഷ പോറ്റിയുടെ പ്രതികരണം വന്നിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് യോഗത്തിനെത്താൻ കഴിയാത്തതെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വാക്കുകളെ മുഖവിലേക്ക് എടുക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം ഇത്തരത്തിൽ ഒരു സംഘടനാ നടപടി, അതായത് ഒഴിവാക്കൽ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അത് പാർട്ടി പോലും വിശദീകരിക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒഴിവാക്കുന്നത്. പക്ഷേ അന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഐഷ പോറ്റിയെ സംബന്ധിച്ച് ലോയേഴ്സ് യൂണിയൻ്റെയൊക്കെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് തലത്തിൽ, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കേണ്ട നേതാവാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മാറ്റുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ അവർ ഇപ്പോഴും തുടരുകയാണെന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. അപ്പോഴും ഐഷ പോറ്റി നമ്മോട് ആവർത്തിച്ച് പറയുന്ന കാര്യം ആരോഗ്യ പ്രശ്നമാണ്. ആരോഗ്യ പ്രശ്നം കൊണ്ട് ഓടി നടക്കാൻ കഴിയുന്നവർ ഇനി പാർട്ടിയിൽ വരട്ടെ, പാർട്ടിയെ നയിക്കട്ടെ എന്ന തരത്തിലാണ് ഐഷ പോറ്റി അത്തരത്തിൽ പ്രതികരിച്ചത്. ഇതിൽ ആകെ വൈരുദ്ധ്യം ഉണ്ടാകുന്നത് പാർട്ടി ഒരു സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കണമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ച നേതാവാണ് ഐഷ പോറ്റി. ഐഷ പോറ്റി ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കുന്ന തരത്തിൽ പ്രസ്താവനയുമായി വരുന്നത്. 2 കാര്യങ്ങൾ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി സജീവമായി നിൽക്കുന്നവർ പാർട്ടിയിൽ വരട്ടെ, ഞാൻ 3 തവണ MLA ആയ വ്യക്തിയാണ്, പുതിയ ആളുകൾ വരട്ടെ എന്ന് പറയുന്നു. മറ്റൊന്ന്, അഭിഭാഷക വൃത്തിയുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ ജോലിയുമായി മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം പലപ്പോഴും സമയം മാറ്റിവെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കുന്നതാണ് പറയുന്നത്. മറ്റൊരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത്, ഈ പറഞ്ഞതുപോലെ ഒരു പൊതുപ്രവർത്തകൻ ആകണമെന്നില്ല, ജനങ്ങളെ സേവിക്കണമെങ്കിൽ പൊതുപ്രവർത്തകയാകണമെന്നില്ല. ഈ വക്കീൽ ഓഫീസിൽ താനുണ്ട്, അപ്പോൾ ആർക്ക് വേണമെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് എത്താം എന്നുള്ള തരത്തിലും പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ മുൻ MLA പറയുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം യോഗത്തിൽ എത്താത്തതിനെ തുടർന്ന് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അന്നും പ്രതികരണമായി വന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. ഓടി നടക്കാൻ കഴിയുന്നവർ സജീവമാകട്ടെ, തനിക്ക് 3 തവണ MLA ആയ ആളാണ്, അതിനനുസരിച്ച് താൻ മാറിക്കൊടുക്കുന്നു എന്ന് തന്നെയാണ്. നമുക്ക് അവരുടെ ആ പ്രതികരണം തന്നെ കൃത്യമായി വളരെ വ്യക്തമായി എടുക്കുകയും ചെയ്യാം. ശരി, രാഹുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.